So hi, good evening guys. So ഞാൻ നേരത്തെ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ നമ്മൾ പാർട്ട് 3 വീഡിയോന്റെ ഷൂട്ട് ഇവിടെ തുടങ്ങുകയാണ്. നമ്മളിപ്പോ വന്നിരിക്കുന്നത് സമ്മർശാലിലുള്ള റോഡ് എന്ന സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. ശരി, വരെ നമുക്ക് പോയി കാണാം. ഓക്കെ, നമുക്ക് പോയി കാണാം. ഞങ്ങള് റോദ എന്നുള്ള സ്ഥലത്തെത്തിയപ്പോ ഇത് വീണ്ടും ഒരു വില്ലേജ് ഏരിയ ആണ്. ഈ കാണുന്നതൊക്കെ ആ സൈഡില് നമ്മൾ കാണുന്നത് അത് കണ്ടോ, അത് ആൽമരമാണ്. നാട്ടിലെ പോലെയുള്ള ആൽമരമാണ് അത്. അതെ, പിന്നെ ഇവിടത്തെ ഒരു ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഒന്ന് ഇവിടുത്തെ ബ്യൂട്ടി കാണിച്ചു തരാന്ന് വിചാരിച്ചു. അഗെയിൻ ഔട്ട്സ്കേർട്സ് ആണ്. കുറച്ച് ഫെർദർ ഞങ്ങൾ ഇവിടെ നിർത്താൻ കാരണം എന്താന്ന് വെച്ചാല് ഇവിടെ ഫുള്ള് ഈ ഫ്രൂട്ട്സിന്റെ തോട്ടങ്ങളാണ്. ഉള്ളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്നത് നമ്മുടെ പൊമഗ്രാനൈറ്റിന്റെ ഒരു ട്രീയിൽ കുറെ ഉണ്ടായി കിടപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ അപ്പുറത്ത് നമ്മുടെ ഓറഞ്ച് ആണ്. പിന്നെ തൊട്ടപ്പുറത്തുള്ളത് നമ്മുടെ അത്തിപ്പഴം, നാട്ടിൽ പറയുന്ന അത്തിപ്പഴം എന്നല്ലേ പറയുന്നത്, അത്തിപ്പഴത്തിന്റെ ഉണ്ട്. പിന്നെ അതിന്റെ ഉള്ളിലേക്കെല്ലാം ഇഷ്ടംപോലെ ഉണ്ട്. ഇതിന്റെ എല്ലാം തോട്ടങ്ങളാണ് ഇവിടെ ഫുള്ള്. ശരി, ഫുൾ ഒരു ഫ്രൂട്ട്സ് കിട്ടുന്ന ഒരു ഏരിയ ആണ്. അതാണ്. അപ്പൊ അവര് എനിക്ക് തോന്നുന്നു ഇതിന്റെ സീസൺ ആകുമ്പോ എവിടെയെങ്കിലും സെല് ചെയ്യുന്നുണ്ടാവില്ലേ? സീസണിൽ ഇവര് ഫ്രഷ് ആയിട്ടാ നമുക്ക് ഫ്രഷ് ആയിട്ട് തരികയും ചെയ്യും കേട്ടോ. ചോദിച്ചു തരികയും ചെയ്യും. ഇതെന്താന്നറിയാവോ? ഇതാണ് ആവണക്ക്. ഇതിൽ നിന്നാണ് നമ്മൾ ആവണക്കെണ്ണ എടുക്കുന്നത്. ഇതിനകത്തുനിന്നാണ്. ഇതിൽ നമ്മളുടെ ഹെയർ ഗ്രോത്തിനും ഒക്കെ പറ്റിയ നല്ല സാധനമാണ്. ഇത് ഐബ്രോസ് ഒക്കെ കിളുക്കാനും ഒക്കെ ആയിട്ട് ഇതിന്റെ സീഡ് ഉണ്ട്. ആ സീഡ് എടുത്തിട്ട് എണ്ണ കാച്ചിട്ട് ഇത് നമ്മുടെ ഹെയറിലൊക്കെ യൂസ് ചെയ്യും. ഇതാണോ സീഡ്? ഇതല്ല, ഇത് അതിന്റെ ഫ്ലവർ എങ്ങാണ്ടോ. ഇതാണ് അതിന്റെ സീഡ് വരുന്നത് കണ്ടോ. അത് ഈ സീഡ് പക്ഷെ ഇത് മൂത്തിട്ടില്ല കേട്ടോ. ഇത് നല്ല ബ്ലാക്ക് കളർ ആയിട്ട് ഇതിനകത്താണ് ഒരു എന്താ പറയുക 2-3 ഇങ്ങനെ സീഡ്. അതാണ് നമ്മൾ ഓയിലാക്കി എടുത്തിട്ട് അത് നമ്മൾ ഹൈബ്രോസിനും അതുപോലെ ഈ ബോയ്സിനൊക്കെ ഈ മീശ വരാനായിട്ടൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യും. കാസ്റ്റർ ഓയിൽ, അതാണ് ഇത് കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത് ഇംഗ്ലീഷ്. അതെ അതെ അതെ. സോ ഇതാണ് കാസ്റ്റർ ഓയിൽ ഉണ്ടാക്കുന്ന സീഡ്. ഇവിടെ ഫുൾ അത് തന്നെയാണ് അറ്റം വരെ ഇതിന്റെ പ്ലാന്റ് ആണ്. ഇത് കണ്ടോ, ഈ മൽബറി മരം കണ്ടോ? ഇപ്പൊ ഇതിനകത്തില്ലേ. ഞങ്ങൾ ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ഒരു വർഷം വന്നപ്പോ ഇഷ്ടം പോലെ മൽബറി ആയിരുന്നു. നല്ല റെഡ് കളർ, അത് നല്ല വലിപ്പത്തിലുള്ളത്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ കുറെ പറിച്ചു കൊടുത്തു. പെർമിഷൻ ഒന്നും വേണ്ടേ പറിക്കാനൊന്നും? അത് ഞങ്ങൾ അവിടെ ഒരു മാമയുണ്ടായിരുന്നു. മാമയോട് ചോദിച്ചിട്ട് പറിച്ചു. അവരൊന്നും കുഴപ്പമില്ല, പറിച്ചോളാൻ പറഞ്ഞാൽ ഇവിടെ ഈ പറമ്പിന്റെ ഈ സൈഡിൽ നിൽക്കുന്നതല്ലേ. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ സീസൺ ആണ് ജൂൺ ജൂലൈ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഓഡിയൻസിനെ കാണിച്ചു കൊടുക്കും വേണം. എല്ലാം നമുക്കെല്ലാം പറിച്ചു കൊണ്ടുപോകണം. എന്താടോ ഇത്? നമ്മുടെ നല്ല കാറ്റാടി മരം എന്ന് പറയത്തില്ലേ, ആ സംഭവമാണ് ഇവിടെ. പക്ഷെ ഇത് നമ്മുടെ അങ്ങോട്ട് മസ്കറ്റ് ഏരിയയിലൊന്നും ഇല്ല. പിന്നെ ഇങ്ങനെ ഇന്ത്യയിലുള്ള ഈ സ്ഥലങ്ങളിലൊക്കെ ഉള്ളു ഇങ്ങനത്തെ പ്ലേസിലുള്ള ഈ മരമൊക്കെ. അതാണ് ഫിഗ് പറഞ്ഞ ആ സൈഡിൽ. ഫിഗ് അതല്ല, ഫിഗ് അപ്പുറയാണ്. ഇതെല്ലാം പെമോഗ്രനേറ്റ് ഉണ്ടായി കിടക്കുന്നുണ്ട്. ഉണ്ടാകുന്ന സീസണാണ്. ഉണ്ടാകുന്ന സീസൺ അത് കണ്ട പോലെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ഇത് കുറച്ച് ഗ്രീനിഷ് കളറാണ്. കുറച്ചുകൂടി ഫാമിലി പോയിട്ട് അത് ചെറിയ ടൈപ്പില് റെഡ് കളർ. ഇതിപ്പോ ആയി വരുന്നതേ ഉള്ളൂ. ഇത് വലുതാവും, നല്ല ബിഗ് ആവും. ഇവിടെ അല്ലേ ഈ തുടങ്ങാതെ അത് കണ്ടോ. പാർട്ട് 1 വീഡിയോയില് നമ്മള് ഫൻസൂക്ക് കാണിച്ചില്ലേ, മിനിയേച്ചർ ഫോർട്രസിന്റെ മെയിൻ ഫോർട്രസ്. അത് ഇത് ഇവിടെ ഒന്നല്ല, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങോട്ട് പോകുന്ന വഴിക്കെല്ലാം ഇതാ സംഭവം. നമ്മുടെ ഓഡിയൻസിനെ കാണിച്ചു കൊടുക്കണം. ഇഷ്ടം പോലെ മിലിറ്ററി ഹൈഡ് ഔട്ട് ആണിത്. നമുക്ക് ആ ക്യാസിൽ പറഞ്ഞോടത്തേക്ക് പോയാലോ? ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ? ഇനി നല്ല തണുപ്പുണ്ടല്ലോ ഇവിടെ. നല്ല തണുപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. മസ്കറ്റിൽ ഇത്രയും തണുപ്പില്ല. ഇവിടെ അതേ ഇന്ത്യയിലല്ലേ, അതുകൊണ്ട് ഇത്രയും ഭയങ്കര തണുപ്പ്. കൈ നോക്കില്ലേ, തണുക്കുന്നില്ലേ? നമുക്ക് പോയേക്കാം. മുന്നില് ഒരു കാസിൽ പോലത്തെ ഒരു സംഭവം കണ്ടിട്ടുണ്ട്. കുറച്ച് അവിടെ ആയിട്ട് കാസിൽ ഉണ്ട്. പോയി നോക്കാന്ന് വിചാരിച്ചത് എന്ത് കാസിലാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നിർത്തി നോക്കിയാൽ അവിടെ പോയി എൻക്വയറി ചെയ്യാൻ വേണ്ടി നിർത്തിയതാണ്. സോ പോവാം. സോ വരൂ, നമുക്ക് കാസിലേക്ക് പോകാം. നമുക്ക് പോകാം, വരൂ. പതിയെ പോണോ സ്പീഡിൽ പോണോ? പിന്നെ കുറച്ചൊരു കച്ചാ റോഡാണല്ലോ ഇത്. ഫുള്ള് കച്ചവടം, അവിടം വരെ കച്ചവടം. പിന്നെ കുറെ കഴിയുമ്പോഴേ ഉള്ളൂ നമ്മുടെ നല്ല ടാറിട്ട റോഡ്. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ ഉണ്ടോ മറ്റേ നമ്മുടെ ഷുഗർ കെയിൻ ഒക്കെ ഉണ്ട്. അതിന്റെ ഒക്കെ തോട്ടം, ഷുഗർ കെയിന്. പിന്നെ നമ്മുടെ ഗ്രേപ്പിന്റെ തോട്ടം ഉണ്ട് ഇവിടെ. പക്ഷെ ഉണ്ടല്ലോ, അതിന് എപ്പോഴത്തെ സീസൺ അല്ല. സീസൺ ഇനിയിപ്പോ ജൂൺ ജൂലൈയിലാണ്. ആ സമയത്ത് ഞങ്ങൾ വന്ന് അത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കുന്നതായിരിക്കും. അതെ, വിന്യാർഡ്സ് കുറെ ഉണ്ട് എന്നാണ് കേട്ടത് ഇവിടെ.
സോ എന്തായാലും സീസൺ ടൈം വരുമ്പോൾ നമുക്കത് വന്ന് എക്സ്പ്ലോർ ചെയ്യണം അല്ലേ? അതെ. ആ കാണുന്നതാണ് കാസിൽ. അത് നമ്മളിപ്പോ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാസിലാന്ന് എന്തെങ്കിലും പറഞ്ഞു അവര്. നമ്മൾ എൻക്വയറി ചെയ്തപ്പോ അവിടെ ഒരു കാസിൽ ഉണ്ട് എന്ന് പറഞ്ഞു. ആ സൈഡിൽ എന്തോ കാണണ്ടില്ല. അതൊരു ഹൗസ് ആണോ, വീടാണോ? അല്ല അല്ല, എന്തോ ഒരു വൻമതിലുണ്ട്. വൻമതിലിന്റെ അപ്പുറം എന്താന്ന് മനസ്സിലാവുന്നില്ല. അതാണ് ആ ഫ്ലാഗ് കാണുന്നതാണ് ഒരു കാസിലുള്ളത്. സോ ഇപ്പൊ നിങ്ങൾ കാണുന്നത് അൽ റൗദയിലെ ഒരു സ്മോൾ കാസിൽ ആണ്. that sits right on a rocky hill. People call it Samad al-Shan Castle because the whole area is known for its archaeological sites and ancient finds. Actually, the fort itself is believed to be from the 17th century Yoruba period. And if you look closely, you can still see building ruins on both sides. Little hints that this place was once more active than it looks today. നേരത്തെ പറഞ്ഞ കാസിലിന്റെ എൻട്രൻസ് ആണിത്. കുറച്ച് മേളിലേക്ക് കയറി പോകണം. സ്റ്റെപ്സ് ഉണ്ട്, മേളിലേക്ക് പോയി നോക്കാം. രസമുണ്ടല്ലേ കയറുമ്പോൾ? രസമുണ്ട്. ആ ഒരു റൂയിൻഡ് ആയി ഡിസ്ട്രോയിഡ് ആയിട്ടുള്ള കുറച്ച് ബിൽഡിങ്സ് ആണ്. ഈ സൈഡിലും കാണാതെ ഇവിടെ നോക്കിയാലും അത് ആ ഒരു പഴയ ഏൻഷ്യന്റ് ലുക്ക് തരുന്നല്ലേ, ഒരു ലുക്കാണ് ഇവിടെ. ബിഗ് ഒമാനി ഫ്ലാഗ് അതെ വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി മോർണിംഗ് 8 തൊട്ട് ഉച്ചയ്ക്ക് 2 വരെയാണ് ഓപ്പൺ. ചെറിയൊരു എൻട്രി ഫീ ഒക്കെ ഉണ്ട് അകത്ത് കയറാൻ വേണ്ടി. നമ്മൾ വരാൻ ലേറ്റ് ആയതുകൊണ്ട് പുറത്തുനിന്ന് മാത്രമേ ഇപ്പൊ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ക്ലോസ് ആയിപ്പോ നൈറ്റ് ക്ലോസ്. സോ നമുക്ക് ജസ്റ്റ് പുറത്തെ പുറത്ത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കിട്ട് പോവാം. വീരങ്കി ഉണ്ടല്ലോ, വീരങ്കിയൊക്കെ ഉണ്ട്. കൊള്ളാം. എന്താ നല്ല സൗകര്യമാണ്. സൂപ്പർ വ്യൂ. ഡേറ്റ് ആയി വരുന്നല്ലേ, ഭയങ്കര രസമല്ലേ? ഓ ഇറ്റ് വാസ് വർത്ത് ക്ലൈംബിംഗ്. നല്ല വ്യൂ. ഹോൾ ഇവിടെ നിന്നാല്. ഓ നൈസ്. ആ ഇവിടെ ഇരിക്കാനും കുറച്ചാളുടെ കിതപ്പല്ലേ മാറ്റാം. കുറച്ചേരം ഇവിടെ നമ്മുടെ കിതപ്പെല്ലാം ഒന്ന് മാറ്റാം. ഇവിടെ ഇരി. അയ്യോ കിതച്ചിട്ട് സ്റ്റെപ്പെല്ലാം ഭയങ്കര ഹൈ സ്റ്റെപ്പാണ്. അയ്യോ നല്ല രസമുണ്ട്, നല്ല ഭംഗി കാണാനായിട്ടല്ലേ. ഇതിനകത്ത് കയറണമെങ്കിൽ ഇതായിരിക്കും എൻട്രൻസ് തോന്നുന്നു. എനിക്ക് തോന്നുന്നു മേളിലേക്ക് കയറിയപ്പോ ഒന്നും കൂടെ തണുപ്പ്, നല്ല തണുപ്പ് മേളിലേക്ക്. ആക്ച്വലി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഈ ഇതിന്റെ എൻട്രൻസ് എവിടെയാന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് തോന്നുന്നു ഇതിന്റെ എൻട്രൻസ്. സോ ചെറിയ എൻട്രൻസ് ഫീ ഉണ്ട് എന്നാണ് പറഞ്ഞത്. മോർണിംഗ് 8 to noon 2 വരെയാണ് ഇവര് ഓപ്പണിംഗ് ടൈം. ഞങ്ങൾക്കത് മിസ്സായി, കയറാൻ പറ്റില്ല. മേ ബി സം ഓഫ് ദ ടൈം, പിന്നെ നെക്സ്റ്റ് ടൈം വരുമ്പോ കയറാം. ഇന്നിപ്പോ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ റോജയോട് വിട പറയാണ്. ഇനി നമ്മള് സൂറിലേക്കാ പോണ്. സോ നമ്മള് പക്ഷെ വീണ്ടും ഇവിടെ വരുന്നതായിരിക്കും. അതെ അതെ, ഇവിടെ വന്ന് ഡെഫിനറ്റ്ലി ഇതിന്റെ ഡേ ലൈറ്റില് ഇതിന്റെ വ്യൂവും കുറച്ചും കൂടി എൻട്രി ചെയ്തിട്ടൊക്കെ കാണിക്കുന്നതായിരിക്കും. ഹോപ്പ്ഫുള്ളി ദേ മൈറ്റ് അലൗ us to shoot. അപ്പോ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. Subscribers, follow, keep watching our videos and support us. Thank you so much. Bye bye. Bye. Let's go. Hi, bye. Hi. كيف حالك؟ زينة؟